നമസ്കാരം. വളരെ പ്രധാനപ്പെട്ട ഒരു പെൻഷൻ വിതരണ വാർത്താ അറിയിപ്പിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം. നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, നമ്മുടെ സംസ്ഥാന സർക്കാർ നവംബർ മാസത്തിലെ പെൻഷൻ തുക നവംബർ ആദ്യ ആഴ്ചയിൽ തന്നെ പെൻഷൻ തുക 1600 രൂപ സംസ്ഥാനത്ത് വിതരണം ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ 62 ലക്ഷത്തോളം വരുന്ന എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും വളരെ സന്തോഷത്തോടുകൂടി കാത്തിരിക്കുന്നത് ഇനി ഡിസംബർ മാസത്തിലെ പെൻഷൻ തുകയ്ക്ക് വേണ്ടിയാണ്. നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്, ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ സംസ്ഥാന സർക്കാർ കുടിശ്ശിക പെൻഷനിൽ നിന്നുകൊണ്ട് ഒരു മാസത്തെ പെൻഷൻ തുകയും ഡിസംബർ മാസത്തിലെ പെൻഷൻ തുകയും കൂടി കൂട്ടിച്ചേർത്ത് 3200 രൂപയായിരിക്കും സംസ്ഥാനത്ത് വിതരണം ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നിങ്ങളുമായി പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ വളരെ പ്രധാനമായി നിങ്ങളെ അറിയിക്കുവാനുള്ള മറ്റൊരു അറിയിപ്പാണ്, നമ്മുടെ സംസ്ഥാന സർക്കാർ ഇപ്പോൾ കുറച്ചു കാലമായി കൃത്യമായി എല്ലാ മാസവും അതാത് മാസങ്ങളിൽ 1600 രൂപ പെൻഷൻ തുക വിതരണം ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ എടുത്തു പറയുന്ന മറ്റൊരു കാര്യമാണ്, സംസ്ഥാന സർക്കാർ ഈ ഒരു ഡിസംബർ മാസത്തിൽ പെൻഷൻ തുക വിതരണം ചെയ്യുമ്പോഴും എല്ലാ മാസത്തെ പോലെ തന്നെ ബാങ്ക് അക്കൗണ്ടുകൾ വഴി പെൻഷൻ സ്വീകരിക്കുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്കായിരിക്കും ആദ്യം പെൻഷൻ തുക കൈപ്പറ്റുവാൻ സാധിക്കുക എന്നുള്ളതിന് മനസ്സിലാക്കുക. പിന്നീട് 1, 2, 3 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും സഹകരണ ബാങ്കിലെ ഉദ്യോഗസ്ഥർ വീട്ടിലെത്തിയിട്ട് നിങ്ങൾക്ക് തുക കൈമാറുകയുള്ളൂ എന്നുള്ള കാര്യം മനസ്സിലാക്കും. അതുപോലെ തന്നെ പിന്നീട് എടുത്തു പറയുന്ന മറ്റൊരു കാര്യമാണ്, നമുക്കെല്ലാവർക്കും അറിയാം, 2024 ക്ഷേമ പെൻഷൻ മാസ്റ്ററിങ്ങിൻ്റെ സമയപരിധി സംസ്ഥാന സർക്കാർ പറഞ്ഞത് അവസാനിച്ചിട്ട് മാസങ്ങളായി. എന്നിട്ടും നമ്മുടെ സംസ്ഥാനത്തെ ഒട്ടുമിക്ക പെൻഷൻ ഗുണഭോക്താക്കൾ കൃത്യമായി ക്ഷേമ പെൻഷൻ മാസ്റ്ററിങ് ചെയ്യാത്തതുകൊണ്ട് ഒട്ടനവധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് കഴിഞ്ഞ മാസങ്ങളിലൊന്നും പെൻഷൻ തുക ലഭിച്ചിട്ടില്ല എന്നുള്ള കാര്യം നമ്മുടെ കമൻറ്റ് ബോക്സിലൊക്കെ കമൻറ്റായി രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അത്തരത്തിലുള്ള എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും ഡിസംബർ മാസം 1-ാം തീയതി മുതൽ 20-ാം തീയതിക്കകം തന്നെ നിങ്ങളുടെ ക്ഷേമ പെൻഷൻ മാസ്റ്ററിങ് എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കുവാൻ ശ്രമിക്കുക. അതിനാൽ നിങ്ങൾ എപ്പോഴാണോ ഡിസംബർ മാസത്തിലെ പെൻഷൻ തുക വിതരണം ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് കൈപ്പറ്റുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാവിധ പെൻഷൻ വാർത്തകളും മറ്റ് വാർത്തകളൊക്കെ ആദ്യമേ തന്നെ നിങ്ങളുടെ വിരൽത്തുമ്പിൽ ലഭിക്കുന്നതിന് വേണ്ടി ദയവായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊന്ന് പരിഗണിക്കും. പുതിയൊരു വാർത്താ വിശേഷവുമായി നമുക്ക് വീണ്ടും വരാം.